അസ്സലാമലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ലക്ഷങ്ങൾ കടമുണ്ടെങ്കിലും അതല്ല എന്നുണ്ടെങ്കിലും കുറച്ച് കടമുള്ള ആളുകളാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടി നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരുവാൻ വേണ്ടിയിട്ട് ഓതേണ്ട ഒരു ചെറിയ ദുആനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഏത് വലിയ കടം തന്നെയാണെങ്കിലും നമുക്കത് വീട്ടാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരും. അതുമല്ല, അതുവഴി നമുക്ക് നമ്മുടെ കടം നീക്കി നമ്മുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു വഴി കൂടെയാണ്. നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുവഴി മാറും. നമുക്ക് കടങ്ങളില്ലാത്ത ഒരു ജീവിതം വേണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ നിസ്കാര ശേഷവും 3 തവണ ഈ ദുആ ചൊല്ലുക. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അതിമഹത്തായ ഈ ഒരു ചെറിയ ദുആയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചൊല്ലാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചൊല്ലി തീർക്കാൻ കഴിയുന്നതാണ്. അതും എല്ലാ നിസ്കാര ശേഷവും എത്ര തവണയാണ് ചൊല്ലേണ്ടത്? വെറും 3 തവണയാണ് ചൊല്ലേണ്ടത്. വളരെ എളുപ്പത്തിൽ പതിവാക്കിയാൽ അല്ലെങ്കിൽ പഠിച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, കാണാതെ പഠിക്കുവാൻ സാധിക്കും. അതുവഴി നമുക്ക് എല്ലാ ദിവസവും ഇത് ചൊല്ലുവാനും സാധിക്കും. തീർച്ചയായിട്ടും ഈ ദുആനെ നിങ്ങൾ ചൊല്ലുക. എത്ര തന്നെ കടമുണ്ടെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടിയ ഒരു ദുആയാണ്. ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ, അത് നമ്മൾ ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ വളരെ അധികം അള്ളാഹുവിന്റെ ഒരു പ്രീതി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ നിസ്കാര സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് ഇത് ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും അള്ളാഹു കടം തീർക്കുവാൻ വേണ്ടിയിട്ട് ഒരു വഴി കണ്ടെത്തി തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കണേ. തീർച്ചയായിട്ടും ഇതുവരെ ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്നുമില്ല എങ്കിൽ കൂടി നിങ്ങളെ ഒരു സലാമെങ്കിലും കമന്റിലൂടെ അറിയിക്കുക. ഇതുവരെ ദുആ ചെയ്ത എല്ലാ ദുആകളും കമന്റുകളും തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടും ഇൻഷാ അല്ലാഹ് എന്റെ നമസ്കാരങ്ങളിൽ, എന്റെ ദുആകളിൽ അവരെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ചെയ്ത വീഡിയോസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കണം, ഇൽമിനെ കുറിച്ച് കൂടുതൽ അറിയണം, നമുക്ക് ദീനിയായ കാര്യങ്ങളും കൂടി നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ചാനൽ കയറി കാണുക. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറി കാണുക. വിഷമിക്കേണ്ട. ചാനൽ കയറി കാണുമ്പോൾ തന്നെ കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്ത, അതായത് ഇപ്പോഴായിട്ട് കുറച്ച് 1 മാസമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം കാണുക. അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു ഇതുവരെ നമ്മളിൽ, അതായത് ഇന്ത്യയിൽ കമന്റ് ചെയ്ത എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം റബ്ബ് പൂർത്തീകരിച്ചു തരട്ടെ. അതുപോലെ ചില ആളുകൾക്ക് മക്കൾക്ക് എക്സാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വിജയിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹു എല്ലാവരുടെ കടങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു വീട്ടാൻ കഴിയട്ടെ. അതുമല്ല, അള്ളാഹു നമുക്ക് സമാധാനവും സന്തോഷവും നമ്മുടെ ദാമ്പത്യ ജീവിതം ഐക്യമുള്ളതുമാക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ വീഡിയോസ് ആവശ്യമുള്ളവർ ചാനൽ നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. ഞാൻ ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതുപോലെ കൂടുതൽ അറിവുകൾ, ഇൽമുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ചെയ്യുക. ലൈക്ക് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ലൈക്കും കൂടി ഒന്ന് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇനിയും ഒരു പുതിയ അറിവുമായിട്ട്, നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.